ഹായ്, ഇന്ന് നമുക്കൊരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ 4 കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് 1 ഗ്ലാസ് കുത്തരി, 1 പിടി ഉലുവ, 1 സ്പൂൺ ജീരകം പൊടിച്ചത്, 1 അരമുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, ഈ 4 സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളൊരു 4 ഗ്ലാസ് വെള്ളമാണ് ഈ കലത്തിൽ നമ്മൾ എടുത്തേക്കുന്നത്. കൂടെ അപ്പോഴത്തേന് വെള്ളം നമുക്ക് തിളച്ച് വരും. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം ഉലുവ ഇടുന്നു. അതിൻ്റെ പുറകെ നമ്മൾ അരി ഇടുന്നു. ഇനിയിപ്പം നമ്മൾ ആ അരി ഒന്ന് വേവട്ടെ. അഥവാ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി നമുക്ക് വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വല്ലതും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ ശകലം കൂടെ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഉലുവ വെള്ളത്തിൽ കിടന്ന് തന്നെ ആ ഉലുവയുടെയും ഇതിൻ്റെ അരിയുടെ എല്ലാം കൂടെ നല്ല ഇതായിട്ട് സൂപ്പറായിട്ട് വേവാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ അടുപ്പിൽ ഇത് തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നമുക്ക് വേഗം പെട്ടെന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അരി ഇനി അവിടുന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ അരിയും നമ്മുടെ ഉലുവയും വെന്ത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളെന്തോ ചെയ്യണം, നമ്മൾ ഇളക്കിയ ശേഷം നമ്മൾ ആദ്യം 2-ാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുക. ജീരകം ചേർത്ത് ഒന്നിളക്കി ശേഷം നമ്മൾ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞി ഏകദേശം ഈ പരുവത്തിൽ തന്നെ കിട്ടും. നമ്മളിതിനകത്ത് ഉപ്പോ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുട്ടികൾ സാധാരണ ഈ കയ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ശർക്കര പൊടിച്ചതോ, പിന്നെ ശർക്കര പൊടിച്ചാണ് ഏറ്റവും നല്ലത്, ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തരി ഉപ്പും കൂടെ വേണം നമുക്ക് ചേർത്ത്. പക്ഷേ ഞാനിതിനകത്ത് ഉപ്പോ അങ്ങനത്തെ ശർക്കരയൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത് നല്ല സൂപ്പർ കഞ്ഞിയാണ്. നമുക്ക് തയ്യാറാക്കി നമുക്ക് എടുക്കാം. ഇപ്പം ഔഷധക്കഞ്ഞിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി മരുന്നുകളൊക്കെ കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ. ഇതിപ്പം നമുക്ക് നടുവേദനയൊക്കെ ആയാലും നമുക്ക് ശരീരപുഷ്ടിക്കായാലും ബലത്തിനൊക്കെ ആയാലും നമുക്ക് സൂപ്പറാണ്. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സിമ്പിൾ കാര്യമാണിത്. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.